രണ്ടാഴ്ചയായി വാട്സപ്പിലൂടെ ഞാൻ കേൾക്കാൻ തുടങ്ങി. എന്റെ സഹോദരന്മാർ, എന്ത് പറ്റി നമ്മുടെ സമുദായത്തിന്? കാസർഗോഡ് ജില്ലയിലെ തലങ്കര ബക്കീർ സ്കൂളിൽ വെച്ച് കുറച്ച് പെമ്പിള്ളേര് വല്ലാത്തൊരു ഓഡിയോസുമായി വാട്സപ്പിൽ ഇറങ്ങി. ഇത് കേട്ടിട്ട് ഒരുപാട് ആൺകുട്ടികൾ വാട്സപ്പിലും ഇറക്കി. അവരെ പറഞ്ഞുകൊണ്ട്, അവരെ തെറി പറഞ്ഞുകൊണ്ടും നല്ലത് പറഞ്ഞുകൊണ്ടും ഇറക്കി. എനിക്കെന്റെ സഹോദരിമാരോട് പറയാനുള്ളത്, പെണ്ണ്, നീ ഒരു പെണ്ണാണ്. പെണ്ണ് കിട്ടി തുള്ളിയാൽ മുട്ടുവരെ തുള്ളുമെന്ന ചട്ടം നീ മറന്ന പെണ്ണ്. പെണ്ണെ, നിന്നെ സ്കൂളിലേക്കാക്കുന്നത്, നിന്നെ കോളേജിലേക്കാക്കുന്നത്, നിന്റെ മാതാപിതാക്കളാക്കുന്നത്, നിന്റെ ഏട്ടന്മാർ അല്ലെങ്കിൽ കുടുംബക്കാരാക്കുന്നത്, എന്തിനാണ് പെണ്ണ് ഇത്രയും അഹങ്കാരം നിനക്ക്? ആരെ കാണിക്കാൻ വേണ്ടിയാണ് പെണ്ണ്? എന്തിനെ നീ കാട്ടിക്കൂടുന്നു? നിനക്ക് നന്നാവാൻ സമയമായില്ല. 6-ാം നൂറ്റാണ്ടിന്റെ ഏകാന്തതയിൽ നിന്നും 21-ാം നൂറ്റാണ്ടിന്റെ സത്യമേരി വെളിച്ചത്തിലേക്ക് നിന്നെ കൈപിടിച്ചു കൊണ്ടുവന്ന ഹബീബേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, കാലത്തിന്റെ നേതാവ്, ലോകം തന്നെ ഏറ്റി പറയുന്ന ആമിനാന്റെ പൊന്നുമോ, നിനക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടു പെണ്ണ്, ഒരുപാട് നൊമ്പരം ഏറ്റു പെണ്ണ്. എന്നിട്ടും എന്റെ പെണ്ണ് നീ നന്നാവാത്തത്? ഇത്രയും അഹങ്കാരം വേണ പെണ്ണെ? ആണ് പിള്ളേര് ചെയ്യുന്നുണ്ട് പറഞ്ഞിട്ട് എന്തിനാണ് പൊന്നുമോൾ നീ ചെയ്യാൻ ഇറങ്ങുന്നത്? എന്തിനാണ് പൊന്നുമോൾ നീ പറയാൻ ഇറങ്ങുന്നത്? അതുകൊണ്ട് പറയുന്ന സഹോദരി, കാസർഗോഡ് ജില്ലയിലെ തലങ്കരയിൽ പഠിക്കുന്ന, തെക്കീരത്തിൽ പഠിക്കുന്ന തങ്കമുള്ള കട്ടിക്കണി പോയത് പെണ്ണ്, നിന്നോട് സ്നേഹത്തോടെ പറയുകയാണ് പെണ്ണ്, ഒന്നും വേണ്ട, നമുക്കിത് വേണ്ട പൊന്നുമോളല്ല.